പോയപ്പോ കൂട്ടുകാരടുത്ത് ഞാൻ 2 എണ്ണം കഴിച്ചു. എടി എത്ര കാലത്തിനായിട്ട് നമ്മൾ ഒരുമിച്ച് കാണുകയാണ്. അവര് മാത്രമല്ല അവരുടെ ഭാര്യമാരും ഇല്ലായിരുന്നോ? അതെന്താ അവരെ കണ്ടുപിടിക്കാൻ? ഒരിക്കലും ഇല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്ക്വാളിറ്റീസ് നിനക്കുള്ളൂ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എത്രയോ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഒരുമിച്ച് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഭാര്യമാരെയൊക്കെ മാറ്റി നിർത്തി നമുക്ക് പഴയ ഒരുപാട് എനിക്ക് വയ്യ. പിന്നെ ഭാര്യ ഞാൻ പണ്ട് സത്യാവസ്ഥ അറിയുമ്പോ നമ്മൾ മാറണമല്ലോ. അതാണല്ലോ മനുഷ്യനെന്ന് പറയുന്നത്. പലയിടത്തും പോകുമ്പോ നിങ്ങൾ എന്നെ കൊണ്ടുപോകത്തില്ല. എന്താ കാരണം? എവിടെ കൊണ്ടുപോയില്ലത്? ടൂറിന് പോകുമ്പോ. അത് എന്തെന്നറിയാം, മറ്റൊന്നും കൊണ്ടല്ല. നമ്മൾ ഈ സദ്യ കഴിക്കാൻ നേരത്ത് പോകുമ്പോൾ പൊതിച്ചോറ് ആരും വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് പോകാറില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഉരുണ്ട് കളിക്കണ്ട. ഇപ്പൊ പറയണം എനിക്ക്. എടി നിന്നെ കൊണ്ടുപോകാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്ത്രീകൾ ഡ്രസ് ചെയ്യും പോലെയാണ് നീ ഡ്രസ് ചെയ്യുന്നത്. ഈ ഡ്രസ്സിന് കുഴപ്പമില്ല. അത് നീ എന്റെ കൂടെ വന്നതുകൊണ്ട് പ്രശ്നമല്ല. നീ ഇന്നാള് ഇവിടെ ട്രിപ്പിന് പോകാനെന്ന് പറഞ്ഞ് എന്റെ കൂടെ ഡ്രസ്സ് എടുത്തോണ്ട് നീ ഇറങ്ങിയ ഓർമ്മ? പട്ടി അടിച്ചു പോലത്തെ ഒരു സാധനം. അതിന്റെ പേരെന്താ? അയ്യാ മിനി സ്കർട്ട്. അതിന്റെ പേരാണ് മിനി സ്കർട്ട്. ആൾക്കാരെ കൊണ്ട് അതും പറയിക്കുന്നതിന് വേണ്ടി. മനസ്സിലായി? അങ്ങനെയുള്ള സാധനം ഇട്ടോണ്ട് പോകുമ്പോ ഈ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ എന്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്കണം. നിന്നെ കൊണ്ട് പോയപ്പോ അവിടെ ചെറുപ്പക്കാർ എന്തെല്ലാം പറഞ്ഞെന്നറിയാവോ? ഇപ്പൊ ഞാനത് വീട്ടിലല്ലേ ഇടാറുള്ളൂ. പുറത്ത് എവിടെയെങ്കിലും മുമ്പ് ഞാൻ ഇട്ടോണ്ട് വരുമോ? എടി അത് പുറത്തിട്ടാലും വീട്ടിലിട്ടാലും അതിന്റെ കാര്യം എന്ന് പറഞ്ഞാലേ ഈ പത്തായത്തിൽ നെല്ലുണ്ടെന്ന് എലി ഇറങ്ങി കഴിഞ്ഞാൽ കാസർഗോട്ടിരിക്കുന്ന എലിയും ഫ്ലൈറ്റ് പിടിച്ചും തിരുവനന്തപുരത്ത് ആരുടെ പറയാ ഇഷ്ടമില്ല. നീ സ്നേഹമില്ലെന്ന് മാത്രം പറയരുത്. നിനക്ക് 6 പവന്റെ ഒഡ്യാണം വേണം എന്ന് പറഞ്ഞോണ്ട് എന്നോട് പറഞ്ഞപ്പോ ഞാൻ നിനക്ക് വാങ്ങിച്ചെന്നില്ലേ? അത് ചെമ്പാ മനുഷ്യ എന്ന് പറയുന്നത്. പിന്നെ നീ തിരിച്ചറിഞ്ഞപ്പല്ലേ ചെമ്പായത്? നീ പറഞ്ഞ സമയത്ത് നിനക്ക് വാങ്ങിച്ചു തന്നാ കാഞ്ചീപുരം സാരി നിനക്ക് ചുറ്റിത്തരുന്നതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് തന്നായില്ലയോ? കൊള്ളിയോ? അപ്പൊ സ്നേഹമില്ലെന്ന് മാത്രം നീ പറയരുത്. നീ മനസ്സിൽ ഇപ്പൊ എന്തോ വെച്ചുകൊണ്ട് എന്നെ പെരുമാറുകയാണ്. അല്ലാതെ എന്തോ നിനക്ക് പ്രശ്നം? ഞാൻ ഇന്നലെ കൂട്ടുകാരത്തെ കള്ളു കുടിച്ചാണ് പ്രശ്നം. പിന്നെ എന്റെ അടുത്ത് ആദ്യ രാത്രിയിൽ എന്തോ പറഞ്ഞു? നീ എന്ത് സംസാരിക്കണം? ആദ്യ രാത്രിയിൽ ഭാര്യയും പലതും പറയും. അതൊക്കെ വെളി പറയാനുള്ള കാര്യങ്ങളല്ല. എടി മറന്നതല്ല, ഒരുപാട് കാര്യങ്ങൾ പറയില്ല അപ്പോഴത്തെ ആവേശത്തിൽ. എന്തോ ഞാൻ പറഞ്ഞ? നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞില്ലേ നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ പങ്കുവെച്ച് അത് ഞാൻ വിചാരിച്ചു നീ കൈവിട്ട് വല്ലതും പറഞ്ഞു കളയുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു. നമ്മൾ ദുഃഖമായിരുന്നാലും പിന്നെ സുഖമായിരുന്നാലും നമ്മൾ ഷെയർ ചെയ്യണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ദമ്പതികൾ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. നീ അത് പറയരുത്. അത് നിന്റെ വലിയച്ഛൻ മരിച്ചു കിടന്നപ്പോ നിന്റെ വിളി കേട്ട് ഞാൻ വാവിട്ട് നെഞ്ചടി നിലവിളിച്ച് ഞാൻ അവിടെ നാണം കെട്ടി വെച്ചു. നോക്കിയപ്പോ വലിയമ്മയാണ് ചത്ത് കിടക്കുന്ന. സുഖവും ദുഃഖവും നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട്. അതിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. ഇല്ല, നിങ്ങൾ പലപ്പോഴും എന്നെ മറക്കുക. എന്തുവാ നീ മറക്കുമെന്ന് പറഞ്ഞു? ഇന്നലെ ഞാൻ കൂട്ടുകാരോട് 2 സ്മോൾ അടിച്ചു. നിങ്ങൾ ദുഃഖം പങ്കുവെച്ചോ? ദുഃഖം നമ്മൾ ഒരുമിച്ച് പങ്കുവെച്ചല്ലോ. സുഖം എന്താ പങ്കുവെക്കാത്ത? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഇന്നലെ കുടിച്ചോ? ഒരു തുള്ളി എനിക്ക് തന്നാ മനുഷ്യ.